ആർ ശ്രീജിത്ത് ഒരു വാർത്ത പങ്കുവയ്ക്കുന്നുണ്ട്. 24 ബിഗ് ബ്രേക്കിംഗ്, ചെന്നിത്തല നാളെ ഡൽഹിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിലെത്തും. മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടെയാണ് ഡൽഹിയിൽ സന്ദർശനം. ഹൈക്കമാൻഡുമായും കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുമെന്ന് ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത നൽകുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ വിജയം നേടി നിൽക്കുമ്പോൾ എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പറഞ്ഞതുപോലെ ഡൽഹിയിൽ ചർച്ചകൾ വളരെ വലിയ രീതിയിൽ നടക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് പോകുന്നത്, അല്ലേ? അനൂപ്, നാളെ രാവിലെയോടുകൂടി പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തും. മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ച ചർച്ചകൾ ഹൈക്കമാൻഡ് തലത്തിൽ സജീവമായി നടക്കുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനമെന്നാണ് പ്രത്യേകത. മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട സംഘടനാ കാര്യങ്ങളുടെ നിരീക്ഷകനാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് അത്തരം മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നതെങ്കിലും ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ അവകാശവാദം പാർട്ടിയുടെ ദേശീയ നേതൃത്വം രമേശ് ചെന്നിത്തല വെക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തന്റെ സീനിയോറിറ്റി, തന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, താൻ പാർട്ടിക്ക് ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും വലിയ വാർത്ത തന്നെയാണ്. ഇപ്പോൾ കെ സി വേണുഗോപാൽ ഡൽഹിയിലുണ്ട്. രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് ചർച്ച എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. ഈ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് താനും അർഹനാണെന്ന് രമേശ് ചെന്നിത്തല അവിടെ അറിയിക്കും. ഇവർ രണ്ടുപേരും അവിടെ ഡൽഹിയിലായിരിക്കുമ്പോൾ 2 നിരീക്ഷകർ ഇങ്ങോട്ട് വരുമെന്ന വാർത്തയുമുണ്ട്. അപ്പോൾ 2 നിരീക്ഷകരുണ്ട്, 2 പേർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട്. ഒടുവിൽ എനിക്ക് തോന്നുന്നു കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ കസേര പോരാ, ബെഞ്ച് തന്നെ വേണ്ടി വരുമോ എന്നൊരു സംശയം. ശരി, എന്തായാലും നമുക്ക് നോക്കാം. ചെന്നിത്തല നാളെ ഡൽഹിയിൽ എത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.